ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഇതുപോലെ ലാൻഡ് റിലിംഗ്വിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അവരെ ഇന്നില്ല റിലിംഗ്വിഷ്മെൻറ്റ് അവകാശം ഒഴിഞ്ഞ് ഗവൺമെൻറ് വാങ്ങിക്കട്ടെ, വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്കൊക്കെ പട്ടയം തരട്ടെ. ഗവൺമെൻറ്റിന് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതാ ചെയ്യേണ്ടത് ഈ പാവങ്ങളെ രക്ഷിക്കാൻ. നമ്മുടെ വിയറ്റ്നാം കോളനി ഇല്ലേ, അതിലെ സേട്ടുവാണ്, മൂസ സേട്ടുവാണ് ഈ സേട്ടു. അതാ സംഭവിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ അമെൻമെൻറ്റ് ആക്ട് കൊണ്ട്, വഖഫിൻ്റെ ആക്ട് കൊണ്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ വഖഫ് അല്ലെങ്കിൽ വഖഫ് ഭേദഗതി കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? അത് ഞാൻ നിയമമാണ് പറഞ്ഞത്, അത് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതുമാണ്. അവസാനം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയാൻ തയ്യാറായി, മുനമ്പം ഭൂമി അത് വഖഫ് ഭൂമിയല്ല എന്ന്, വഖഫ് സ്വത്തല്ല എന്ന് പറയാൻ തയ്യാറായി. ഇത് ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ ബെഞ്ചിൻ്റെയൊക്കെ നേരത്തെയുള്ള വിധികളൊക്കെ ഇതിനകത്തുണ്ട്. വഖഫ് ഭൂമിയാണെന്ന് കണ്ടുകൊണ്ട് നേരത്തെയുള്ള വിധിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം അങ്ങോട്ട് തുടങ്ങി, ആളി കത്തി തുടങ്ങിയപ്പോൾ, മുനമ്പത്ത് സമരമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു, എൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ കാണാം. പ്രൈം വിറ്റ്നസിന് ഞാൻ കൊടുത്തേക്കുന്ന ഒരു വിശദമായ വീഡിയോ ഉണ്ട്. അതായത് എന്താണ് ഈ മുനമ്പം ഭൂമിയുടെ ഈ കാര്യമെന്ന്. അതുപോലെ തന്നെ മറ്റെല്ലാ ചാനലുകളിലും, ഏഷ്യാനെറ്റ്, അതുപോലെ മാതൃഭൂമി, മനോരമ, അവർക്കെല്ലാം ഞാൻ ഇൻ്റർവ്യൂ ഓരോ സമയങ്ങളിൽ ബൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് ഈ ചർച്ച നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് വഖഫല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വഖഫല്ലെന്ന് ഞാൻ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പ്രശ്നം കൊണ്ട് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഈ നോട്ടീസ് കിട്ടി നിങ്ങൾ പേടിക്കണ്ട, ചലഞ്ച് ചെയ്യണം, കാരണം ഇത് വഖഫല്ല. എന്തുകൊണ്ട് വഖഫല്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അൺകണ്ടീഷണൽ ഡെഡിക്കേഷൻ ആയിരിക്കണം ദൈവത്തിന്. അതല്ല സംഭവിച്ചേക്കുന്നത്. ഇത് ഫറൂഖ്. അപ്പം എല്ലാവരും പറയും അത് ദാനയാധാരമാണെന്ന്. അത് വിവരക്കേടാണ്. ദാനയാധാരം വഴി വഖഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ദാനം ദൈവത്തിൻ്റെ പേരിലുള്ള ദാനമായിരിക്കണം. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞത് ആ ദൈവീകമായ പ്രവൃത്തികൾക്ക് വേണ്ടി കൊടുക്കുന്ന ദാനമാണ് വഖഫ്. അതാണ് സംഭവം. എന്നാൽ അത് ഇന്നതുപോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി തിരിച്ചെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടീഷനിലായി, അത് വഖഫ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ അന്ന് ഈ സമരസമിതിക്കാരൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത കസേരയിൽ ഇവിടെ ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വന്നവരെല്ലാം കൂടി ഇരുന്നിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത്. അത് ശ്രീ വർഗീസും ആയിട്ടാണ് ഇവിടെ വന്നത്. വർഗീസ് കുര്യൻ അദ്ദേഹമായിട്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് വഖഫല്ല, ഒരു കാരണവശാലും വഖഫാവത്തില്ല. സാറേ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പട്ടയം കിട്ടും? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പട്ടയം കിട്ടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇത് വഖഫല്ലെങ്കിൽ പിന്നെ എന്താവും എന്നാലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു വഖഫല്ല, ഇത് വഖഫല്ലാത്തത് കൊണ്ട് തന്നെ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ദേ ആർ ട്രസ്റ്റീസ്, വെറും ട്രസ്റ്റികളാണ് അവർ. അതായത് ഒരാളെ വിശ്വസിച്ച് നമ്മളൊരു കാര്യം ഏൽപ്പിക്കുക. ഒരു ട്രസ്റ്റിനകത്ത് 3 ആളുകളാണ് ഉള്ളത്. ഒന്ന് സെറ്റ്ലർ, ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. ഇവിടെ സേട്ടാണ് ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സെറ്റ്ലർ, അദ്ദേഹമാണ്. ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സെറ്റ്ലർ അദ്ദേഹമാണ്. പിന്നെ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ട്രസ്റ്റി എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണ്. ഒരു ശരിയായ നല്ലൊരു കാര്യത്തിന്, ഒരു ദൈവികമായ പ്രവൃത്തി, അതായത് വിദ്യാഭ്യാസമൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി മാത്രം ഉള്ള, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ആയിട്ടാണ് ഈ ട്രസ്റ്റികളായിട്ട് അവരെ നിയമിച്ചേക്കുന്നത്. ട്രസ്റ്റിയാണ് അവർ. ഇറ്റ് ഈസ് ഓൺലി എ ട്രസ്റ്റ്. അത് അവരുടെ പേർക്ക്, അല്ലാതെ അബ്സല്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഇല്ലതിൽ, ദാനമില്ല. അതാണ് പ്രശ്നം. ഇനി അടുത്തത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ്. അതായത് അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ആളുകൾ, ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് നമുക്ക് പറയാം. അതാണ് ട്രസ്റ്റികൾ. ആ ട്രസ്റ്റികൾ ആരൊക്കെയാണ്? ഇന്യൂമറബിളായിട്ടുള്ള പബ്ലിക്കാണ്, എല്ലാവർക്കും. അതായത് ഈ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ആ മണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കേണ്ട ആളുകൾക്ക്, അതിൽ വളർന്നു വരേണ്ട ആളുകളാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്. അപ്പോൾ സെറ്റ്ലർ, ഫറൂഖ് കോളേജ് ട്രസ്റ്റി, ബാക്കിയുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബെനിഫിഷ്യറീസ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ, ഹൈക്കോടതിക്കും അത് ശ്രദ്ധിക്കാതെ പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബാക്കി ആ ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടില്ല, കാണാതെ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതായത് ഒരു വെറും ദാനമാണിത്, 69 വർഷം മുമ്പുള്ള ദാനം. ഇത് ഫറൂഖ് കോളേജിൻ്റെ പേരിലുള്ള ദാനം എന്ന് പറഞ്ഞ് ഫറൂഖ് കോളേജിൻ്റെ അടുത്ത് വിൽക്കാൻ ഒക്കത്തില്ലത്. ഇതെന്തെന്നറിയോ, ഞാൻ പറഞ്ഞത് കണ്ടീഷണൽ ഗിഫ്റ്റാണത്. ഗിഫ്റ്റ് ആണെന്ന് പറയാൻ ഒക്കത്തില്ല ഒരിക്കലും. കണ്ടീഷണൽ ഗിഫ്റ്റ് ഈസ് നോ ഗിഫ്റ്റ്, അതാണ് നിയമം. അതുപോലെ തന്നെ ഒരാൾക്കൊരു വസ്തു ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ നിയമം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അതിൻ്റെ ബേസിക് വൺ ക്യാൻ ഒൺലി ട്രാൻസ്ഫർ വാട്ട് ഹീ ഹാസ്. ഒരുത്തന് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് അവനുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ.
അവനില്ലാത്ത എടുത്ത് കൊടുക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഫാറൂഖ് കോളേജിന് ഒരു കുന്തവും ഇല്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, അവർ ട്രസ്റ്റിയാണ്. അപ്പോൾ 69 വർഷമല്ല, ഇനി 500 വർഷം മുമ്പായാൽ പോലും ഈ ട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ ട്രസ്റ്റ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല. അതാണ് പ്രശ്നം. അതിന് കാലഹരണ ദോഷം ഇല്ല. അപ്പോൾ അതിനി മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ ചോദിച്ചു ഇത് ട്രസ്റ്റി. ഞാൻ പറഞ്ഞു അവർ ട്രസ്റ്റി മാത്രമാണ്, ട്രസ്റ്റിക്ക് വസ്തു വിൽക്കാൻ ഒക്കത്തില്ല ഒരു കാരണവശാലും. അത് വിൽക്കാൻ ആണെങ്കിൽ പോലും അവർക്ക് എഴുതി വിൽക്കാൻ പറ്റത്തില്ല അവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വെറും ട്രസ്റ്റിയാണ്. അവർക്ക് ഇതിൻ്റെ ആദായമെടുത്ത് ഈ സ്ഥാപനങ്ങൾ നടത്താൻ, അത് കൃഷി ചെയ്യാം എന്നുള്ളതല്ലാതെ അതിനകത്ത് വിൽക്കാനായിട്ട് തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടി. എന്നാൽ പോലും അത് പ്രയോഗിക്കാൻ ഒക്കത്തില്ല, കാരണം ട്രസ്റ്റിയൊക്കെ ആ പവർ ഇല്ല. ഇതാ ഞാൻ പറഞ്ഞേ. അത് ഞാൻ നിയമമാണ് പറഞ്ഞത്, അത് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതുമാണ്. പിന്നെ അപ്പോൾ എന്താണെന്ന് ഇവർ മാർഗം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ സേട്ടിൻ്റെ അവകാശി ഇപ്പോൾ എത്ര നാളായാലും ഈ ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൻ്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ ഈ വസ്തു സെറ്റിലർക്ക് തിരിച്ചു പോവും, സേട്ടിന് തിരിച്ചു പോവും. അപ്പോൾ ഈ ട്രസ്റ്റ് വയലേറ്റ് ചെയ്തു. ഇവർ ഇഷ്ടം പോലെ തോന്നിയ മാസം പോലെ വസ്തു എഴുതി കൊടുത്ത് കാശ് വാങ്ങിച്ച് പുട്ടടിച്ചു ഒരുപാട് പേര്. അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം കൂടെ ചെയ്തേക്കുന്ന കാര്യമാണ്. വലിയ കൊള്ളയാണ് നടന്നേക്കുന്നത്. നമ്മുടെ ശബരിമല കൊള്ള പോലെ തന്നെ വേറൊരു കൊള്ള നടത്തി എഴുതി വായിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരെ കണ്ട് അവരുടെ ഇന്ന് എഴുതി വായിക്കണം, അതാ വേണ്ടി. അതായത് സേട്ടിൻ്റെ അവകാശമില്ല, ആകെ 7 പേരേ ഉള്ളൂ. അതിനകത്ത് 3 പേർക്ക് വേണ്ടാത്തവന്മാർ പോട്ടെ, അവർ വിടാൻ തയ്യാറാണ്, അവരങ്ങ് വിടും. അവർക്ക് വേണ്ട, ശരി. ബാക്കി 4 പേർക്ക് ആയിട്ടങ്ങ് സെറ്റിൽ ചെയ്താൽ മതി. ഇവരെയും കൂടെ കക്ഷി ചേർത്ത് ആ ഒരു ലിറ്റിഗേഷൻ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ മറ്റവർക്ക് വേണ്ടാന്ന് പറയും, അവർ എക്സ്പാർട്ട് ആവും. ശരി, വേണ്ട, ബാക്കി 4 പേരുമായിട്ട് സെറ്റിൽ ചെയ്താൽ മതി. അവർക്ക് എന്തെങ്കിലും കൊടുത്ത് തീർക്കണം, അതേ മാർഗമുള്ളൂ. അവർ പാവങ്ങളാണ്. നമ്മുടെ വിയറ്റ്നാം കോളനി ഇല്ലേ, അതിലെ സേട്ടുമാണ്, മൂസ സേട്ടുമാണ് ഈ സേട്ടു. അതാ സംഭവിച്ചേക്കുന്നത്. അത് തന്നെയാണ് ആ സിനിമയുടെ പ്രമേയം തന്നെയാണത്. ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ റിസോർട്ടൊക്കെ നടത്തുന്ന ആളുകളുണ്ട് ഈ വസ്തുവിൽ. അവന്മാർ കൊടുക്കട്ടെ കാശൊക്കെ, ഈ പാവങ്ങൾ കൊടുക്കണ്ട. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്തെങ്കിലും കൊടുക്കണം. ഇത് ഗവൺമെൻറ് വിചാരിച്ചാൽ, ഇപ്പം എന്തായാലും ഗവൺമെൻറ് അതിലൊരു താല്പര്യം എടുത്തിട്ട് നമ്മുടെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ഇതിനകത്ത് നിയമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു കമ്മീഷൻ പോലെ തന്നെയാണ് അദ്ദേഹത്തെ നിയമിച്ച് വെച്ചേക്കുന്നത്. അദ്ദേഹത്തിന് ആ ചുമതല കൊടുത്തൊക്കെ ഇതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ വേ ഔട്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വഖഫല്ല. അദ്ദേഹത്തിൻ്റെ പ്രസാരം ഇന്ന് പത്രത്തിൽ കണ്ട്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ കാണാം. ഇങ്ങനെയുള്ളൂ. ഇത് വഖഫല്ല, ട്രസ്റ്റാണ്. വെറും ഗിഫ്റ്റല്ല, വെറും ട്രസ്റ്റിയാണ് അവർ. അതുകൊണ്ടൊരു ഡോണി എന്നുള്ള നിലയ്ക്കുള്ള അവകാശങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഫറൂഖ് കോളേജിന് കിട്ടത്തില്ല. ട്രസ്റ്റാണ്, ലിമിറ്റേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. അത് കാരണം കണ്ടീഷൻ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് അല്ല, ദാനമല്ല. അതായത് ഒരാൾക്ക് ഞാനിപ്പോൾ ഒരു വസ്തു കൊടുക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനൊരു വസ്തു തരുന്നു, ഇത് ദാനമായിട്ട്, എന്നിട്ട് പറയാ നീ ഇന്നതുപോലെ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞാൻ ഇതിങ്ങ് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗിഫ്റ്റ് അല്ല. നീ ഇന്നതുപോലെ ചെയ്തില്ലെങ്കിൽ ഈ വസ്തു ഞാൻ ഇങ്ങനെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഗിഫ്റ്റ് അല്ല, കണ്ടീഷണൽ ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് നോ ഗിഫ്റ്റ്. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. വെറും ട്രസ്റ്റി മാത്രമാണ് അവർ. ഇനി അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇവരെ ഇന്ന് ഈ ലാൻഡ് റിലിങ്ക്വിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, അവരുടെ അവകാശം ഒഴിഞ്ഞു വാങ്ങിക്കുക, ഉപേക്ഷിക്കുക. അവർക്ക് ഇത് കൊടുത്ത് സെറ്റിൽ ചെയ്താൽ അവരിങ്ങ് റിലിങ്ക്വിഷ് ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ആ വസ്തു കിട്ടും. ഗവൺമെൻറ്റിൻ്റെ പേരിൽ റിലിങ്ക്വിഷ് ചെയ്ത് വാങ്ങിക്കുക. എന്നിട്ട് അവിടുത്തെ താമസക്കാർക്കെല്ലാം ഗവൺമെൻറ് പട്ടയം കൊടുക്കുക. ഒരു പ്രശ്നവുമില്ല, അന്തസ്സായിട്ട്. ഇത് ഞാൻ യവന്മാർക്ക് എത്രയോ വർഷം മുമ്പ് പറഞ്ഞു കൊടുത്താന്നറിയാം. എന്നിട്ട് അവസാനം ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു പോയി. 4 തവണ എന്നെ വന്ന് സംസാരിച്ച് മെനക്കെടുത്തിട്ട് പോയി. എന്നിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയി. അച്ഛനെ വിളിക്കാനായിട്ട് 3 അവധി എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു ദിവസം അച്ഛൻ വരാമെന്ന് പറഞ്ഞാൽ അത് വന്നില്ല. സാറേ അച്ഛൻ വന്നില്ല, അച്ഛന് മറ്റേത് അടുത്ത് പോകണം. ശരി പൊക്കോട്ടെ. അത് അവസാനം എന്താണെന്നറിയാം, പിന്നെ ഞാൻ കാണുന്ന ഈ സമരമാണ്. അച്ഛൻ ഇപ്പം ഏതാണ്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പറഞ്ഞു അതുപോലെ വഖഫ് അമെൻമെൻറ്റ് ആക്ട് അങ്ങോട്ട് വരുന്നു, ബില്ല് വന്നു, ആക്ട് വന്നു, എല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഒരു ചുക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് വഖഫ് അല്ലെങ്കിൽ വഖഫ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം?
ഇപ്പോൾ വഖഫ് ആക്ട് അമെൻഡ് ചെയ്തതോടുകൂടി, ഗവൺമെൻറ് അമെൻഡ് ചെയ്തതോടുകൂടി ഞങ്ങളെല്ലാം ശരിയായി. ബി ജെ പിക്ക് ഒരു 50 പേര് ബി ജെ പി ചേർന്നു, ബാക്കി കുറേ പേര് ചേരാൻ പോകുന്നു. ഇതല്ലാതെ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ അമെൻമെൻറ്റ് ആക്ട് കൊണ്ട്, വഖഫിൻ്റെ ആക്ട് കൊണ്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ വഖഫ് അല്ലെങ്കിൽ വഖഫ് ഭേദഗതി കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ഒന്നുമില്ല. പിന്നെ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഇതുപോലെ ലാൻഡ് റിലിംഗ്വിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അവരെ ഇന്നില്ല റിലിംഗ്വിഷ്മെൻറ്റ് അവകാശം ഒഴിഞ്ഞ് ഗവൺമെൻറ് വാങ്ങിക്കട്ടെ, വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്കൊക്കെ പട്ടയം തരട്ടെ. ഗവൺമെൻറ്റിന് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതാ ചെയ്യേണ്ടത് ഈ പാവങ്ങളെ രക്ഷിക്കാൻ. അത് ചെയ്യണം. അതിന് പണക്കാരവിടെ ഉണ്ടല്ലോ, റിസോർട്ട് അവന്മാരുടെ നിന്നൊക്കെ കൂടെ കുറേ കാശ് വാങ്ങിച്ചിട്ട് ഈ 4 അവകാശികൾക്ക് കൊടുത്ത് തീർക്ക്. അവർ പാവങ്ങളാണ്, അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? സേട്ടുവിൻ്റെ അവകാശികളാണ് അവർ. അവർക്ക് കൊടുത്ത് തീർത്ത് അത് കൊടുത്തിട്ട് അവരുടെ ഒരുപാടൊന്നും കൊടുക്കണ്ട. ആ വസ്തു വിലയുടെ 10% പോലും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കളഞ്ഞിട്ട് പോകും. അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്താൽ ഈ പാവങ്ങൾ രക്ഷപ്പെടും.